അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്നത് പറയാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മൗലിദ് എന്ന് പറയുന്ന ഒരു മഹത്തായൊരു കർമ്മം റബീഉൽ അവ്വൽ മാസത്തിലും അല്ലാതെയുമൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വക്താക്കളായ വിശ്വാസികളായ ആളുകളുടെ വീടുകളിൽ പണ്ട് കാലം മുതലേ ചൊല്ലി വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടുകളിലെ പഴയ പള്ളികളിൽ, പഴയ വീടുകളിൽ എല്ലാം സുലഭമായി വലിയ ആളുകൾ ഒരുമിച്ച് കൂടി മൗലിദ് ചൊല്ലുന്ന ഒരു ചുറ്റുപാട് ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ നിർവഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, മൗലിദ് ഒരു പുണ്യകർമ്മമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഒരു അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അടിമ, അവിടുത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ റസൂല്, അള്ളാഹുവിൻ്റെ ഹബീബ്, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്ര സവിശേഷതകൾ ഒത്തിണങ്ങിയ ഒരു മഹത്വത്തിൻ്റെ ഉടമയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മഹത്വങ്ങൾ എത്രമാത്രം നമ്മൾ പറഞ്ഞാലും, എത്രമാത്രം നമ്മൾ എഴുതിയാലും, എത്ര സമയമെടുത്ത് പ്രസംഗിച്ചാലും തീരാത്ത അത്രയും മഹത്വങ്ങളും സവിശേഷതകളും ഒരുമിച്ച് കൂടിയ ഒരു വലിയ ഒരു ലോകമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള ഒരു വഴി അള്ളാഹു സ്നേഹിച്ചവരെ നാം സ്നേഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സ്നേഹിച്ചവരെ നമ്മൾ വാഴ്ത്തി പറയുമ്പോൾ, അള്ളാഹു കൊടുത്ത അത്ഭുതങ്ങളെ നമ്മൾ എടുത്തു പറയുമ്പോൾ, അത് നമുക്ക് തന്നെ ഒരു ഗുണമാണ്. കാരണം അള്ളാഹു തആലയാണ് അവർക്ക് മഹത്വം കൊടുത്തിട്ടുള്ളത്. ആ മഹത്വം നമ്മൾ എന്തിനു പറയാതിരിക്കണം? നമ്മൾ പറയണം എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഓരോ പ്രവാചകന്മാരെ പറ്റിയും വിശദീകരിക്കുമ്പോൾ അള്ളാഹു പറയുന്നത്, നിങ്ങൾ ആ പ്രവാചകനെ ഓർക്കുക. ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ വലിയ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഇങ്ങനെയുള്ള ഓരോ വാക്കുകൾ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ നിന്നൊക്കെ നമുക്കൊരുപാട് ചിന്തിക്കാൻ, നമുക്കൊരുപാട് ഓർക്കാനുണ്ട്. അത് പറയൽ തന്നെയാണ് പുണ്യം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്ത് ആണ് അൽ ബദ്റു ശുക്ക ബി അംരിഹി വശംസു ഇദ് ഗർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. ഈ പദ്യം നമ്മളെ പഠിപ്പിക്കുന്ന ആശയം എന്താണ്? ഈ പദ്യത്തിലുള്ള അർത്ഥം എന്താണ്? രണ്ട് ചരിത്ര സംഭവങ്ങളിലേക്ക് ഈ ഒരു വരി നമ്മളെ വിളിച്ചുണർത്തുന്നുണ്ട്. അൽ ബദ്റു ശുക്ക ബി അംരിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അള്ളാഹു തആല ചന്ദ്രനെ പിളർത്തി. അള്ളാഹുവാണ് പിളർത്തിയത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആവശ്യപ്രകാരമാണ് അള്ളാഹു പിളർത്തിയത്. എന്താണ് ആ സംഭവം? വിശുദ്ധ ഖുർആൻ ഈ ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇത് പറയുന്നുണ്ട്.
وإن يروا آية يعرضوا ويقولوا سحر مستمر. അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ഒരു കാര്യമാണ്. അള്ളാഹു നബി തങ്ങൾക്ക് കൊടുത്തൊരു വലിയ മുഅ്ജിസത്താണ്. മക്കക്കാരായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ, നീ പ്രവാചകനാണെങ്കിൽ ഞങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചു തരണം. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അള്ളാഹിൻ്റെ റസൂലിനോട് അവർ പറഞ്ഞു, ആ കാണുന്ന ചന്ദ്രനെ 2 പിളർപ്പാക്കിയാൽ ഞങ്ങൾ വിശ്വസിക്കാം. നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം, നിന്നെക്കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം. അള്ളാഹിൻ്റെ റസൂൽ വളരെ താല്പര്യത്തോടെ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ നബിതങ്ങളുടെ കൈ അങ്ങോട്ട് ചൂണ്ടേണ്ട സമയം ആ പൂർണ്ണ ചന്ദ്രൻ 2 പിളർപ്പായി കണ്ടു. എല്ലാവരും കാണുന്ന രൂപത്തിൽ, വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ കാണുന്ന രൂപത്തിലേക്ക് 2 കഷ്ണമായിട്ട് ചന്ദ്രൻ അത് പിളർത്തപ്പെട്ടു. ഒന്നാമത്തെ പിളർപ്പ് അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലാണ് കണ്ടത്. രണ്ടാമത്തെ പിളർപ്പ് ഖുഐഖിആൻ എന്ന് പറയുന്ന ആ പർവ്വതത്തിൻ്റെ മുകളിലും കണ്ടു. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹിജ്റ പോകുന്നതിൻ്റെ 5 വർഷം മുമ്പാണ് എന്ന് തഫ്സീർ സ്വാബിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരു മുഅ്ജിസത്ത് ഉണ്ടായ ഒരു സാഹചര്യം ഇത് ലോകമാകെ കണ്ടു. ഇത് മക്കക്കാർ മാത്രമല്ല, ലോകത്ത് മുഴുവൻ ആളുകളും കണ്ടു. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളത്തിലെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി രാജ്യം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ ചക്രവർത്തി പോലും ഇത് കണ്ടു. ഈ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം പോലും അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വിവരം, മക്കയിൽ ഒരു പ്രവാചകനുണ്ട്, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ അവരുടെ ജനങ്ങൾക്ക് അത്ഭുതകരമായ ഒരു അമാനുഷികമായ ഒരു കാര്യം കാണിച്ച് കൊടുത്തതാണ് ഇത് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ചേരമാൻ പെരുമാൾ ചക്രവർത്തിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായി, മക്കയിലേക്കൊന്ന് പോകണം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിക്കുന്ന സമയമാണ്. രാജാവ് തൻ്റെ ഭരണകാര്യങ്ങളൊക്കെ അനന്തരവന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചു. മക്കയിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. നബിതങ്ങൾ അവർക്കൊരു പേരും കൊടുത്തു, താജുദ്ദീൻ എന്നുള്ളത്, ദീനിൻ്റെ കിരീടം എന്നുള്ളത്. ആ ഒരു പേരും സ്വീകരിച്ചു, അവിടെ താമസിച്ചു. മാത്രവുമല്ല, ഇവിടുന്ന് രാജാവാണല്ലോ പോകുന്നത്, അതും ഒരു പ്രധാനപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വത്തെ കാണാൻ പോവാണ്. സ്വാഭാവികമായും ഒരു രാജാവ് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു മഹൽ വ്യക്തിത്വങ്ങൾ അങ്ങോട്ട് കാണാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം, ഒരു പാരിതോഷികം കൊണ്ടുപോകുന്നത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ രാജാവ് ഇവിടുന്ന് കൊണ്ടുപോയത് ഇഞ്ചിയും അതുപോലെ മധുരവും ശർക്കരയും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു പലഹാരമായിരുന്നു എന്ന് ഹദീസുകളിലൊക്കെ കാണാം. അത് ലഭിച്ച സ്വഹാബി തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ ഒരു കാഴ്ച ആര് കണ്ടു? കേരളത്തിലെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി
രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തി പോലും കണ്ടു. അദ്ദേഹം അവിടെ താമസിച്ചു. അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി പ്രകാരം തിരിച്ചു പോരുമ്പോൾ ഒമാനിലെ സ്വലാല എന്ന് പറയുന്ന സ്ഥലത്ത്, അന്നത് ലിഫാറാണ്, അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഖബർ ഇന്ന് അവിടെയാണുള്ളത്, ഒമാനിലെ സ്വലാലയിലാണ്. ഒമാനിൽ പോയവർക്കൊക്കെ അറിയാൻ സാധിക്കും. അതിൻ്റെ അടുത്ത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്നവരുടെ ഒരു മന്ത്രിയുടെ ഖബറുണ്ട്. അവിടെ എല്ലാവരും സന്ദർശിക്കാറുമുണ്ട്. ഒരു കേരളീയ ഒരു അന്തരീക്ഷമാണ്, അല്ലെങ്കിൽ കേരളീയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ അവിടെ കിട്ടും. ഇളനീർ, അതുപോലെയുള്ള നമ്മുടെ നാട്ടിലുള്ള പപ്പായ പോലത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ചുരുക്കി പറയുന്നത്, ഈ ഒരു ചരിത്ര സംഭവമാണ് ഈ മൗലിദിൽ ഒരു പദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ചൊല്ലുന്നതിന് എന്താണ് പ്രശ്നം? ഇത് ചൊല്ലുകയല്ലേ വേണ്ടത് നമ്മൾ? ഇത് നമ്മളെ വീടുകളിൽ, മുസ്ലിം വീടുകളിൽ പാരായണം ചെയ്യുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ പ്രവാചകനായ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുന്ന ഒരു വിഷയമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊക്കെ വലിയ സന്തോഷത്തോടെ താല്പര്യത്തോടെ പാരായണം ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. രണ്ടാമത്തെ ഒരു സംഭവം, അസ്തമിക്കാൻ പോയ സൂര്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി വിളിച്ചു എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അസർ നിസ്കാരത്തിൻ്റെ ഒരു സമയം അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വൈകിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു. ഒരു സാഹചര്യം വിളിച്ചുണർത്താൻ അദബ് കേട് കാരണം അലി റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. ഉണർന്നപ്പോഴാണ് സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല അസ്തമിക്കാൻ പോയ സൂര്യനെ മടക്കി വിളിച്ചു. എന്നിട്ട് അവരുടെ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് സൂര്യനോട് അങ്ങോട്ട് പോകാൻ പറയുകയും സൂര്യൻ പോവുകയും ചെയ്തു. ഇത് അല്ലാഹുവിൻ്റെ റസൂലിന് മാത്രം ഉള്ള ഒരു മുഅ്ജിസത്തല്ലേ? അസ്തമിക്കാൻ പോയ സൂര്യനെ മടക്കി വിളിച്ചു എന്ന്, അവന് ചന്ദ്രനെ പിളർത്തി എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. അതാണ് ഈ പദ്യത്തിലൂടെ പറയുന്നത്. അൽ ബദറു ശുക്ക ബി അംരിഹി വശംസു ഇദ് ഗർബതു ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. അതുകൊണ്ട് ഈ മൗലിദിൻ്റെ ഈരടികൾ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെട്ട് വീട് അനുഗ്രഹീതമാകട്ടെ. എല്ലാ സത്യവിശ്വാസികളും എല്ലാ സഹോദരങ്ങളും ഈ ഒരു സന്ദേശം ഏറ്റെടുക്കുകയും നമ്മുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു ഇരുലോകത്തും നമ്മളെ വിജയിപ്പിക്കട്ടെ. ആമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.